ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സ്റ്റേഷനിൽ എല്ലാവരും ചാർജ് എടുക്കുന്ന SHOയെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലേക്കാണ് ഭൂമി ഇങ്ങനെ കടന്നു വരുന്നത്. അങ്ങനെ ഹെൽമെറ്റൊക്കെ അഴിച്ചു വെച്ചതിന് ശേഷം ഭൂമി നേരെ പോലീസുകാരുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ഭൂമി പറയും, എനിക്കുള്ള സ്വീകരണമല്ലേ തന്നോളൂ, ഞാൻ ആ കൊള്ളക്കാരെ പിടിച്ചു കൊടുത്തതിനുള്ള സ്വീകരണം ആയിരിക്കൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരുടെ അടുത്ത് ഇങ്ങനെ കളിയാക്കി ചോദിക്കുകയാണ്. അന്നേരം പോലീസുകാർ പറയും, നീ ഇങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഭൂമി, എന്തായാലും വരുന്നത് ചില്ലറക്കാരനല്ല, പുതിയ CI ഇന്ന് ചാർജ് എടുക്കാൻ പോവുകയാണ്. അന്നേരം ഭൂമി ചോദിക്കും, ആരായിരിക്കും ആ പുതിയ CI? അതൊരു കരടിയാണ്, എന്തായാലും ഒരു സസ്പെൻസ് ആയിരിക്കും, വരട്ടെ. എന്തായാലും എൻ്റെ കസ്റ്റമേഴ്സ് വന്ന് നിൽക്കുന്നു, വരുന്ന CIയോട് എന്നെക്കുറിച്ചൊന്ന് പറഞ്ഞു വെച്ചോ, എന്നോട് വെറുതെ മുട്ടാൻ വരണ്ട എന്ന്. ഒരു CI ചായക്കടക്കാരിയുടെ മുന്നിൽ അടിതെറ്റി വീഴുന്നത് നിങ്ങൾക്കൊക്കെ നാണക്കേടല്ലേ? അപ്പം ശരി എന്നും പറഞ്ഞിട്ട് ഭൂമി അവിടെ നിന്ന് ചായക്കട തുറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുറത്ത് അവളുടെ കസ്റ്റമർ അവളെ ചായക്കട തുറക്കുന്നതും കാത്തിരിക്കുക. അങ്ങനെ ഭൂമി ചായക്കടയൊക്കെ തുറന്ന് ആദ്യം ഫോട്ടോയിൽ വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ അതിനുശേഷം ചായക്കട ഒക്കെ ഒന്ന് അടുക്കി പെറുക്കി വെച്ച് ചായ ഇടാനൊരുങ്ങുകയാണ്. ഭൂമിയുടെ കൂടെ പിന്നെ സഹായത്തിനൊരു ചേച്ചിയുണ്ട്. ചേച്ചി അവളും കൂടെ എല്ലാം അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം വരുന്ന കസ്റ്റമർക്കൊക്കെ ചായ റെഡിയാക്കി കൊടുക്കുക. അവിടെയുള്ള സ്ഥിരം കസ്റ്റമർക്കൊക്കെ ഭൂമിയെ ഒരുപാട് ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ ചായക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഇത് കാണിക്കുന്നത് അജയ് ഇങ്ങനെ ഒരു പെട്ടിക്കടയുടെ മുന്നിൽ നിന്ന് ചായ കുടിക്കുകയാണ്. ആ സമയത്ത് അജയുടെ പിറകിൽ ഒരു വണ്ടി കുറേ സമയമായിട്ട് ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ അജയ് ആ വണ്ടി ശ്രദ്ധിക്കുകയാണ്. കുറേ സമയമായാലും ഈ വണ്ടി എന്നെ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം ആ വണ്ടിയുടെ പിന്നാലെ പോവുകയാണ്. അജയ് തൻ്റെ ശത്രുക്കൾ ആരെങ്കിലും ആയിരിക്കും എന്നൊരു വിശ്വാസത്തിലാണ് വണ്ടിയെ ഇങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നത്. അങ്ങനെ കുറേ ദൂരം ഫോളോ ചെയ്തതിന് ശേഷം പിന്നെ അവന് വണ്ടിയെ ചേസ് ചെയ്ത് പിടിക്കുകയാണ്. ആ വണ്ടിയിൽ നിന്ന് നേരെ ഇറങ്ങി വരുന്നത് അവൻ്റെ വല്യമ്മാവനാണ്. അമ്മാവനെ കണ്ടതും അജയ് ചോദിക്കും, അമ്മാവൻ ടൂറിലായിരുന്നാണല്ലോ അമ്മ പറഞ്ഞത്. ഓ, എന്നെ ഇടിച്ച് റോഡിൽ ഇടിച്ചിടാനായിരുന്നില്ലേ പ്ലാന്? നിന്നെയോ, നീ കരുത്തനായ ഒരു പോലീസ് ഓഫീസറല്ലേ? അമ്മാവനാണ് എൻ്റെ ഇൻസ്പിറേഷൻ. പുതിയ സ്റ്റേഷനിൽ ജോയിൻ ചെയ്യല്ലേ? ഒരു സീനിയർ റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ്റെ ഉപദേശം എന്തെങ്കിലും വേണോ? തീർച്ചയായിട്ടും വേണം. അങ്ങനെ അജയ്ക്ക് അമ്മാവൻ കുറേ ഉപദേശങ്ങളൊക്കെ നൽകുകയാണ്. പിന്നെ അജയ് അമ്മാവൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി അവിടുന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഭൂമിയുടെ ചായക്കട തന്നെയാണ്. ഭൂമി കടയിൽ വന്ന ഉമ്മയുടെ അടുത്ത് ഉമ്മയുടെ കാര്യങ്ങളൊക്കെ തിരക്കാണ്. ഈ മാസവും ഉമ്മയ്ക്ക് ജനാംശം കിട്ടിയിട്ടില്ലല്ലേ, എങ്കിൽ നമുക്കൊരു പരാതി കൊടുക്കാം എന്നൊക്കെ പറയാണ്. പിന്നെ തൊട്ടപ്പുറത്തുള്ള മാത്യൂസ് ചേട്ടനോട് മക്കളെ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പം മാത്യൂസ് ചേട്ടൻ പറയും, വേണ്ട, അവരവിടെ സുഖമായിട്ട് കഴിയട്ടെ. അങ്ങനെ ഭൂമി കടയിൽ വന്ന ഓരോരുത്തരോടായിട്ട് കുശലങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് കുറച്ച് ഗുണ്ടകൾ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ വണ്ടി നിർത്തുന്നത് അവർ കണ്ടത്. ഗുണ്ടകളെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അങ്ങനെ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ SIയുടെ അടുത്ത് വന്നിട്ട് പറയും, എന്താ നീയൊക്കെ പുതിയ പാർട്ടിയെ എതിർക്കാനായോ? നിന്നോട് ആദ്യം തന്നെ പറഞ്ഞതല്ലേ ഞാൻ എൻ്റെ പിള്ളേരെ അറസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ. ഇന്ന് ജോയിൻ ചെയ്യാൻ പോകുന്ന CI സാറാണ് അവരെ നേരിട്ട് അറസ്റ്റ് ചെയ്തത് എന്ന് SI പറയുമ്പം ചോദിക്കുകയാണ്, അവനെന്താ ലോക നീതിമാനോ? മാറി നിൽക്കടാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരെയൊക്കെ പിടിച്ചു തള്ളിയിട്ട് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. അങ്ങനെ SI അകത്തേക്ക് വന്ന് പറയാണ്, ഇവർ 4 പേരും സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളാണ്. ആ സമയത്ത് അറസ്റ്റ് ചെയ്ത ഒരുത്തൻ പറയാണ്, നേതാവേ, ഇവനാണ് ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് SIയെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ സമയത്ത് ആ നേതാവ് പറയാണ്, ഇവർ ഞങ്ങളെ പാർട്ടിയിലെ പിള്ളേരാണ്, ഇവരെ അറസ്റ്റ് ചെയ്യണോ വേണ്ടേ എന്ന് പാർട്ടി തീരുമാനിക്കും, ഇറക്കി വിടടോ അവരെ, ലോക്കപ്പിൻ്റെ കീ ഇങ്ങതാ എന്ന് പറഞ്ഞിട്ട് പോലീസുകാരൻ്റെ അടുത്ത് നിന്ന് കീ പിടിച്ച് വലിച്ച് അവരെ പുറത്തിറക്കുക. അങ്ങനെ ആ 4 പ്രതികളെയും ലോക്കപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം പിന്നെ ആ നേതാവ് SIൻ്റെ അടുത്ത് പറയാണ്, ഇന്ന് ചാർജ് എടുക്കാൻ പോകുന്ന അവനോടില്ലേ എന്നെ വന്ന് കാണാൻ പറയണം, അല്ലെങ്കിൽ അവനിവിടെ വാഴില്ല, വാ പിള്ളേരെ എന്നും പറഞ്ഞ് പുറത്തേക്ക് കടക്കാൻ പോകുമ്പം നേരെ അജയ് വന്നിട്ട് ഒരുത്തനെ ആ നേതാവിനെ തട്ടി താഴെ ഇടുന്ന സീനാണ് കാണുന്നത്. ആദ്യം തന്നെ ആ നേതാവിൻ്റെ കരണക്കുറ്റിക്കിട്ട് 2 പൊട്ടിക്കുകയാണ്. പിന്നീട് ആ പ്രതികളെ എല്ലാം അടിച്ച് നിരത്തി ലോക്കപ്പിനുള്ളിലേക്ക് ആക്കുകയാണ്. കൂട്ടത്തിൽ ആ നേതാവിനെയും കൂടെ ലോക്കപ്പിലിടുന്ന സമയത്ത് ആ നേതാവ് സാറുടെ അടുത്ത് വിളിച്ചു
വിളിച്ച് പറയാണ്, നിൻ്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കും, എനിക്കൊരു ഫോൺ കോൾ മതി. അന്നേരം അജയ് പറയാണ്, തെറിപ്പിക്കുക, എൻ്റെ തൊപ്പി തെറിപ്പിക്കുക, തെറിച്ച് എൻ്റെ 25ാമത്തെ ട്രാൻസ്ഫർ അടായത്, എനിക്കതിലൊന്നും പേടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേതാവിൻ്റെ അടുത്ത് എതിർക്കുകയാണ്. പാവപ്പെട്ടവൻ്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന നിന്നെയൊക്കെ എന്ന് പറയുമ്പം, വേണ്ടടാ, ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കണ്ടടാ, എന്നാലും ഞാൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിൻ്റെ ഒരു കളിയും നടക്കില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ് അജയ് തിരിഞ്ഞ് നടക്കുമ്പോഴാണ് ഒരു പോലീസുകാരൻ്റെ കവിളിൽ ആ നേതാവ് അടിച്ച പാട് കാണുന്നത്. എന്താടോ തൻ്റെ കവിളിലൊരു പാട്, വാടോ എന്നും പറഞ്ഞിട്ട് ലോക്കപ്പ് തുറന്നിട്ട് ആ പോലീസുകാരനെ കൊണ്ട് നേതാവിനെ തിരിച്ചടിപ്പിക്കുക. മറ്റു പോലീസുകാരുടെ അടുത്ത് പറയാണ്, കൂട്ടത്തിൽ ഒരു പോലീസുകാരനെ കൈവച്ചപ്പോൾ നിങ്ങളൊക്കെ കൈയും കെട്ടി നോക്കി നിന്നില്ലേ, നിനക്ക് എന്താ ചെയ്യണ്ടേ എന്നൊക്കെ ചോദിക്കും. പിന്നെ കാണിക്കുന്നത് ഭൂമിയുടെ അടുത്ത് ഒരു പോലീസുകാരൻ വന്നിട്ട് പറയാണ്, CI ചാർജ് എടുത്തു, ഓ അതിൻ്റെതായിരിക്കൂലേ ആ ബഹളം എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയും, സാറിനൊരു ചായ എന്ന് പറയുമ്പോൾ അവൾ സാറിന് വേണ്ടിയിട്ടൊരു ചായ ഇട്ട് കൊടുക്കും. അങ്ങനെ ചായ ഇട്ട് കൊടുത്ത് അപ്പം തന്നെ പോലീസുകാരൻ തിരികെ വന്നിട്ട് പറയും, ഇതിന് കടുപ്പം കുറവാണ് എന്ന്. അപ്പം നല്ല കടുപ്പത്തിൽ ചായ ഇട്ട് കൊടുക്കുമ്പം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വന്നിട്ട് പറയും, ഇതിൽ മധുരം കൂടുതലാണെന്ന്. അങ്ങനെ 2-3 തവണ വരുമ്പം ഭൂമി പറയും, സാറ് പോയിക്കോ, ഞാൻ സാറിനുള്ള ചായ ഞാൻ തന്നെ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഭൂമി ആ ചായയും കൊണ്ട് സ്റ്റേഷനിലേക്ക് വരും. ആ സമയത്ത് അജയ്ക്ക് DIGയുടെ കോള് വരികയാണ്. എന്നിട്ട് DIG ചോദിക്കുകയാണ്, വന്ന് കയറിയ ഉടനെ തന്നെ ജില്ലാ സെക്രട്ടറിയുടെ മെയിൽ കയറി അല്ലേ? എന്നിട്ട് DIG പറയും, അയാൾ വിളിച്ചിരുന്നു, ഒരു ജനപ്രതിനിധിയെ കൈകാര്യം ചെയ്യുന്നത് ഇങ്ങനെയാണോ? ആ സമയത്ത് അജയ് പറയാണ്, അയാൾ ഒരു ജനപ്രതിനിധി ഒന്നല്ല, എന്തിനു പറയുന്നത്, MLA, മന്ത്രിയോ വാർഡ് മെമ്പറോ ഒന്നുമല്ല, അയാൾ ഒരു പ്രതിയാണ്. ഇതിനുള്ള എക്സ്പ്ലനേഷൻ ഉടനെ വേണ്ടി വരും. അത് ഞാൻ തന്നേക്കാം സർ. ദേവീക്ഷേത്രത്തിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ ഈ 4 പ്രതികൾ, അതിനെതിരെയുള്ള എക്സ്പ്ലനേഷൻ എനിക്കൊരു മടിയും കൂടാതെ തന്നോളാം എന്നൊക്കെ പറയുമ്പം DIG വീണ്ടും ഓരോന്ന് പറയാണ്. ആ സമയത്ത് അജയ് പറയും, സാറിനും ഇതിൽ പങ്കുണ്ടോ എന്നൊക്കെ ചോദിക്കുക. എടോ ഇഡിയറ്റ് എന്ന് പറഞ്ഞിട്ട് DIG ഫോണ് കട്ട് ചെയ്യുന്ന ആ ദേഷ്യത്തിൽ നമ്മുടെ അജയ് നല്ല ചൂടിലാണ്. എന്നിട്ട് ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് പുറത്തേക്ക് നോക്കി നല്ല ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഭൂമി അവിടേക്ക് ചായയും കൊണ്ടുവരുന്നത്. അങ്ങനെ ഉള്ളിലേക്ക് കടന്നു വരുമ്പം മറ്റു പോലീസുകാർ ചോദിക്കും, എന്താ ഭൂമി? അതെ, ചായ ഇടുന്നതിനുള്ള ഇമ്പോസിഷൻ. അതെ, ഇവിടെ പുതുതായിട്ട് ചാർജ് എടുത്തത് ഷെഫാണോ അതോ പോലീസ് തന്നെയാണോ? എൻ്റെ ചായക്ക് ഇന്നവരെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ആ ചായയും കൊണ്ട് അകത്തേക്ക് വരിക. അങ്ങനെ തിരിഞ്ഞു നിൽക്കുന്ന അജയോട് പറയും, ഹലോ, നിങ്ങളെ തന്നെയാ, ഇതെന്താ ചെവി കേൾക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഷട്ട് അപ്പ് എന്നും പറഞ്ഞിട്ട് നേരെ തിരിയുന്നതും നമ്മുടെ ഭൂമി ആകെ പേടിച്ച് പെട്ടെന്ന് ഞെട്ടിത്തടിച്ച് ആ കയ്യിലുള്ള ചായ നേരെ അജയുടെ ദേഹത്തേക്ക് വീഴാണ്. ചായ വീഴുന്നതിൻ്റെ കൂടെ ഗ്ലാസും അവളുടെ കൈ തട്ടി താഴേക്ക് വീണ് ഗ്ലാസ്സൊക്കെ പൊട്ടി പോവുകയാണ്. ആ സമയത്ത് ഭൂമി അയ്യോ എന്നും പറഞ്ഞ് 2 കൈയും മേലോട്ട് പൊക്കി നിൽക്കുന്ന ആ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.